അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മളെ ഒരു ചാർട്ട് പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ദുആ എഴുതി. ദുആ എന്ന് പറയുന്നത് നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മുൻ തലമുറകൾ ഒരുപാട് ചൊല്ലി പതിഞ്ഞ ഒരു ബൈത്താണിത്. എന്നാണ് ഒറ്റയക്ഷരത്തിലാണ് എഴുതിയേക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന് കൂട്ടക്ഷരം എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഈ കൂട്ടക്ഷരത്തിൽ തന്നെയും പല സംശയങ്ങളും ഈ വായനയിലും, കാരണം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ പ്രായം കൂടിയ ആൾക്കാരാണ്, ചെറിയ ആൾക്കാരല്ലല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ. രണ്ടാമത് ഈ അറബി അക്ഷരങ്ങളുടെ എഴുത്തിൽ ഉള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ഇരുന്നെങ്കിലേ നമുക്ക് പഠനം എളുപ്പമാകത്തുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആദ്യമേ നമുക്കത് ഈ ഒറ്റ അക്ഷരത്തിലുള്ള ആദ്യം ഒന്ന് ചൊല്ലിത്തരാം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗത്തോട് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹൽ ആലമിർഹംന എന്ന് പറഞ്ഞു നോക്കേ. ഇലാഹൽ ആലമിർഹംന വഇൽമൻ നാഫിഅൻ സിദ്ന. ഇലാഹൽ ആലമിർഹംന വഇൽമൻ നാഫിഅൻ സിദ്ന. നമ്മൾ ഓരോ പദങ്ങൾ നമ്മൾ നോക്കണം. ഇലാഹ, പിന്നെ അൽ. അൽ അൽ എന്ന് പറയുമ്പോൾ ഈ അലിഫിന് എന്ത് ചെയ്യത്തില്ല, ചേർത്ത് പറയുമ്പോൾ എന്ത് ചെയ്യത്തില്ല, ഇലാഹലിനെ പറയത്തുള്ളൂ. ഇലാഹൽ ആലമി, ആലമി. ഇർഹംന, ഇർഹംന. ഈ അലിഫ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അലിഫ് രണ്ട് വിധമുണ്ട്, ഖത്ഈന്റെ അലിഫും വസ്ലിന്റെ അലിഫും. ഖത്ഈന്റെ അലിഫ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കും, അതൊരിക്കലും കളയാനൊക്കത്തില്ല. കൂട്ടിമൊഴിഞ്ഞാലും ഒറ്റയ്ക്ക് ഉച്ചരിച്ചാലും നമ്മൾ സ്ഥിരമായിട്ട് ഉച്ചരിച്ചേ പറ്റത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ പേര് പറയാം, ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് കഴിയുമ്പോൾ ആദ്യത്തെ എന്താണ്, ഹംസാണ്. ആ ഹംസ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെടത്തില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് എഴുതുമ്പോഴേ, അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാം. അപ്പൊ ഇസ്മായിൽ എന്ന് ആദ്യത്തെ അക്ഷരം എന്തുവാ, ഹംസാൻ. ആ ഹംസ എന്ത് ചെയ്യത്തില്ല. അതേസമയം ഇവിടെ ഫാത്തിഹയിലുള്ള അൽഹംദുലില്ലാ നമ്മൾ തുടങ്ങുന്നത് ആണോ അല്ലയോ, ആ അലിഫ് എന്ത് ചെയ്യും, കൂട്ടി പൊഴിയുമ്പം നഷ്ടപ്പെടും. അതുപോലെ അള്ളാഹു എന്ന് എഴുതുന്നതിന്റെ ആദ്യത്തെ ഹംസും എന്താവും, നഷ്ടപ്പെടും. എന്തുകൊണ്ട്, അള്ളാഹു എന്ന് എഴുതുമ്പോൾ അതിന് മുമ്പ് അബ്ദു ചേർത്താൽ എങ്ങനെ പറയും, അബ്ദു അള്ളാഹ് എന്നല്ല പറയുന്നത്, എങ്ങനെ അബ്ദുല്ലാഹ്. അൽഹംദുലില്ലാ എന്നുള്ളത് നമ്മൾ തുടങ്ങുമ്പോൾ ചേർത്ത് ഓതുമ്പോഴേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദുലില്ലാ എന്നാവുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ അലിഫ് എന്താവും, നഷ്ടപ്പെടും. അതേപോലെ ഇവിടെ ഈ രണ്ട് അലിഫുകളും എന്താവും, ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ ഉച്ചരിക്കേണ്ടി വരും. ഇതെങ്ങനെ പറയും, അൽ. ഇതെങ്ങനെ പറയും, ഇർഹംന. അപ്പൊ ചേർത്ത് പറയുമ്പം ഇലാഹൽ ആലമിർഹംന. മനസ്സിലായല്ലോ? ഇനി അടുത്തത് വഇൽമൻ. വഇൽമൻ എന്താണ്, ഇവിടെ എന്താ കിടക്കുന്നത്, രണ്ട് ഫത്തഹ്. തൻവീൻ ഫത്തഹ്. ഈ തൻവീൻ ഫത്തഹിന്റെ കൂടെ എപ്പോഴും ഒരു അലിഫ് സപ്പോർട്ട് വരും. തൻവീൻ കിസറിന്റെ കൂടെ വരുവോ, വരത്തില്ല. തൻവീൻ ലമ്മിന്റെ കൂടെ വരുവോ, വരത്തില്ല. അപ്പൊ ഇവിടെ നിർത്തുമ്പോൾ ഒരു നിയമം നമ്മൾ പഠിക്കണം. ഈ തൻവീൻ ഫത്തഹ് ആവുമ്പോ ആ ഫത്തഹിന്റെ പുറത്താ നിർത്തുന്നത്. എങ്ങനെ, വഇൽമ എന്നല്ല, ഇൽമൻ എന്നുള്ളത് നിർത്തുന്നത് എങ്ങനെ ആയിരിക്കും, ഇൽമ. അവിടെ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറഞ്ഞതേ ഉള്ളൂ. അടുത്ത നാഫിഅൻ, ഇവിടെ അലിഫ് ഉണ്ടല്ലോ. അപ്പൊ ഇൽമൻ നാഫിഅൻ സിദ്ന. ഇങ്ങനെ കണ്ടോ, ഇലാഹൽ ആലമിർഹംന വഇൽമൻ നാഫിഅൻ സിദ്ന എന്ന് പറഞ്ഞു നോക്കെ. ഇലാഹൽ ആലമിൻ ഇർഹംന വഇൽമൻ നാഫിഅൻ സിദ്ന. നമ്മുടെ ചാർട്ട് ഇങ്ങനെ ഇട്ടാൽ ഇത് കുഞ്ഞുങ്ങൾക്കും, അതായത് മദ്രസയിലും വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാൽ എന്താക്കാം, പഠിക്കാം. അപ്പം ഇലാഹൽ ആലമിർഹംന വഇൽമൻ നാഫിഅൻ സിദ്ന. മിനൽ ആഫാത്തി, മിനൽ ആഫാത്തി സല്ലിംന. മിനൽ ആഫാത്തി സല്ലിംന ബിജാഹിൽ മുസ്തഫാ ഫീനാ. ബിജാഹിൽ മുസ്തഫാ ഫീനാ. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, ലോകത്തിന്റെ നാഥനായ അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ, ഞങ്ങൾക്ക് നാഫിയ ഇൽമ നൽകണേ.
ആ ഇൽമിനെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ. പിന്നെ എല്ലാ ആപത്തുകളെ തൊട്ടും സല്ലിംന ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഞങ്ങളെ അതില്ല. ഇതെല്ലാം ആര് കാരണമായിരിക്കണം? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹു ഉണ്ട്. നമ്മൾ പറയത്തില്ലേ ഹക്ക് ജാഹ് ബർക്കത്ത് എന്നൊക്കെ പറയത്തില്ലയോ? അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്നത്. ആരാണ് ഈ ലോകത്ത് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെട്ടത്? മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിയുടെ പേരെന്താവാ? അഷ്റഫുൽ ഖൽഖ് എന്ന് പറയും. എന്താണ് ഖൽഖ് എന്ന് പറഞ്ഞാ? സൃഷ്ടി. അഷ്റഫ് എന്ന് പറഞ്ഞാലോ ഏറ്റവും ശ്രേഷ്ഠ. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണേന്നാ പറഞ്ഞത്. മനസ്സിലായ പറഞ്ഞത്? പിന്നെ അടുത്ത വരിയിലോട്ട് കിടക്കാം. അയാ റഹ്മാനു അയാ റഹ്മാനു വഫിഖ്ന. അയാണ് വായിക്കാൻ മനസ്സിലാവേ? അയാ അയാ റഹ്മാനു വഫിഖ്ന. അയാ റഹ്മാനു വഫിഖ്ന. അയാ റഹ്മാനു വഫിഖ്ന ബിഅദബിൻ ബിഅദബിൻ കാമിലിൻ മിന്ന. അയാ റഹ്മാനു വഫിഖ്ന يا رحمن وفقنا بأدب كامل منا. بأدب كامل منا. بأدب كامل منا. ورزقا طيبا زدنا. ورزقا طيبا زدنا. ورزقا طيبا زدنا. ഇവിടെ ഒരു സിദിന വന്നല്ലേ? ഇവിടെ വീണ്ടും ബിജാഹിൽ മുസ്തഫ ഫീനാ. ബിജാഹിൽ മുസ്തഫ ഫീനാ. അള്ളാഹുവിനെ വിളിക്കുകയാണ് വീണ്ടും. റഹ്മാനായ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ഞങ്ങൾക്ക് തൗഫീഖ്. എന്തുകൊണ്ടൊക്കെ? നമുക്ക് ഒരു മനുഷ്യൻ വിജയിക്കണം എന്ത് വേണം? അദബ് വേണം. എന്ത് വേണം? ഈ അദബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു തആല ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുക, അള്ളാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കുക. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്തെല്ലാം നമ്മൾ ബഹുമാനിക്കാൻ പറഞ്ഞോ അതൊക്കെ ബഹുമാനിക്കുക. ഇൽമുമായി ബന്ധപ്പെട്ടതും അങ്ങനെ ബഹുമാനിക്കേണ്ടതിന് എന്താക്കാം? ബഹുമാനിക്കുക, ആദരവ് കൊടുക്കുക, അല്ലേ? അപ്പൊ ആ അദബ് നമുക്ക് കിട്ടൽ തൗഫീഖാണ്. എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് എന്തുവരും, ഈ ദുനിയാവിൽ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കുവാണ്. ഇന്നത്തെ കുട്ടികൾ ബുദ്ധിയിലും അറിവ് നേടുന്നതിലൊക്കെ മുന്നിലാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഇച്ചിരി കുറവുണ്ട് അവർക്ക്. ഏതിലാ? അദബില്. അതുകൊണ്ട് പരീക്ഷയിൽ ഒരുപാട് A+ ഒക്കെ വായിക്കും. പക്ഷെ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. കാരണം എന്തും ഇല്ലാത്തതുകൊണ്ട് അദബുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് 2 ലോകം നേടത്തുള്ളൂ. അപ്പൊ അദബ് നമുക്ക് കിട്ടണം. അത് കാമിലായിട്ടായിരിക്കണം. കാമിലെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള അദബ് നമുക്ക് കിട്ടണം. അതിപ്പോ നമ്മളിപ്പോ ഉദാഹരണം എല്ലാ കാര്യത്തിലും വീട്ടിനെ ഏത് ബഹുമാനത്തിന് എന്ത് ചെയ്യാം? നമ്മൾ ചെറിയൊരു പാട്ട് പാടുന്നില്ല? മാതാപിതാക്കളാരാണ്, പോറ്റി വളർത്തിയതവരാണ്, ഗുരുനാഥന്മാരാരാണ്, വിദ്യ തരുന്നത് അവരാണ്, മൂത്തവർ വാക്കുകൾ എന്താണ്, മൂത്തുപഴുത്തകനിയാണ്, ബഹുമാനിക്കുക നാം അവരെ ബഹുകേമന്മാരായിടുവാൻ. അദബുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കത്തുള്ളൂ. അപ്പൊ അദബ് വേണം. മനസ്സിലാ? വരിസ്ഖൻ ത്വയ്യിബൻ സിദ്ന. റിസ്ക്. നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ് അർത്ഥമെങ്കിൽ ഒരുപാട് വ്യാപകാർത്ഥമാണ്. നമുക്ക് വീട്, വാഹനം, സമ്പത്ത്, മക്കള്, കുടുംബം, ഇതെല്ലാം എന്താണ്? റിസ്ഖിൽപ്പെട്ടതാ, അല്ലേ? അപ്പൊ ത്വയ്യിബായിരിക്കണം, സിദ്നായിരിക്കണം. ത്വയ്യിബ് എന്ന് പറയുന്നത് എന്താ? ത്വയ്യിബ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വരിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അപ്പൊ ആ തയ്യിബായ ഭക്ഷണത്തിനെ ദുആ കൊണ്ട് ഉത്തരവ് കിട്ടത്തുള്ളൂ. ഇബാദത്തിന് മാധുര്യം കിട്ടത്തുള്ളൂ. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമും തയ്യിബായ ഭക്ഷണവും റിസ്ഖൊക്കെ നൽകുമാറാകട്ടെ. അപ്പൊ എന്താണ്? വരിസ്ഖൻ തയ്യിബൻ സിദ്ന ബിജാഹിൽ മുസ്തഫ ഫീന. ഒന്നുകൂടെ വായിക്കാം. അയാ റഹ്മാനു വഫിഖ്ന അയാ റഹ്മാനു വഫിഖ്ന ബിഅദബിൻ കാമിലിൻ മിന്ന. ബിഅദബി കാമിൽ മിന്ന. ഇവിടെ ശ്രദ്ധിക്കണം. ബിഅദബിൻ ഉള്ളതുപോലെ ശ്രദ്ധിച്ച് വായിക്കണം. ബിഅദബിൻ കാമിലിൻ മിന്ന. വരിസ്ഖൻ തയ്യിബൻ സിദ്ന ബിജാഹിൽ മുസ്തഫ ഫീന. അടുത്തത് ഇലാഹൽ അർശി. ഇലാഹൽ അർശി ജന്നിബിന. ഇലാഹൽ അർശി ജന്നിബിന.
ഇലാഹിൽ അർശി ജന്നിബിന മിനശ് ശൈത്വാനി മിനശ്ശൈത്വാനി വർഹംന വർഹംന മിനശ് ശൈത്വാനി വർഹംന. വർഹംന. ശ്രദ്ധിക്കണേ, എല്ലാരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിക്കണേ. മിനശ് ശൈത്വാനി വർഹംന. മിനശ്ശൈത്വാനി വർഹംന. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. എന്തുകൊണ്ട് ഈ ഷീനിന് ഷദ്ദ് വന്നു? ഷീന് എന്ത് വന്നു? അതിന് മുമ്പ് അലിഫുണ്ട്, അതിന് തൊട്ട് മേളിൽ അലിഫുണ്ട്. അവിടെ ലാമിന് സുക്കൂനിട്ടു, ഇവിടെ ലാമിന് സുക്കൂനിട്ടോ? ഇല്ല. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിലേ പഠിക്കാനൊക്കത്തുള്ളൂ. ഇത് ഇവിടെ എന്തോ ഇവിടെ ലാമിന് സുക്കൂൻ വന്നു, ഇവിടെ ലാമിന് സുക്കൂൻ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അറബി അക്ഷരങ്ങൾ 28 അതിന്റെ പകുതി ശംസിയാണ്, പകുതി കമരിയാണ്. പകുതി എന്താണ്? ശംസിയ അക്ഷരവും കബരിയ അക്ഷരവും ഉണ്ട്. നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾ താഴെ തട്ടിന്ന് പഠിച്ചു വരുന്നത് വേണ്ട, മനസ്സിലായി? നമ്മൾ തുടക്കക്കാരായണ്ട ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഇവിടെ ശംസിയായ അക്ഷരം എന്ന് പറഞ്ഞാല് ഷീന് ശംസിയ അക്ഷരമാണ്. അപ്പൊ ഷീന് ശംസിയ അക്ഷരം അതിന് മുമ്പ് അലിഫ് വന്നാൽ എന്ത് ചെയ്യത്തില്ല? ഉച്ചരിക്കത്തില്ല, എഴുത്തിൽ വേണം. അപ്പൊ അവിടെ എന്ത് വരേണ്ടി വരും? ഷദ്ദ് കൊടുക്കണം. ഇങ്ങനെ അപ്പൊ ബിസ്മി നമുക്ക് എടുക്കാം. ബിസ്മില്ലാഹി അൽ റഹ്മാനി അൽ റഹീം എഴുതിയേക്കുന്നത്. റാ എന്തിന്റെ അക്ഷരമാണ്? ശംസിയായ. അപ്പൊ അതുകൊണ്ട് ബിസ്മില്ലാഹി അൽ റഹ്മാനി എന്ന് പറയത്തില്ല, പിന്നെ എങ്ങനെ പറയും? ബിസ്മില്ലാഹി റഹ്മാനി. എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കഥ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്തു? ഇലാഹൽ അർശി. ഇലാഹൽ അർശി എന്ന് പറഞ്ഞാൽ അതിന് എന്തിന്റെ അക്ഷരമാണ്? ശംസിയാണോ കമരിയാണോ? കമരിയ അക്ഷരം. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? അപ്പം ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ എഴുതുമ്പോ കൂട്ടക്ഷരം എഴുതുമ്പോ നമുക്ക് മനസ്സിലാവും. ഇലാഹൽ അർശി ജന്നിബിന മിനശ് ശൈത്വാനി വർഹംന. അവിടെ ഈ റഹംന വന്നില്ലേ? അവിടെ ഇല്ലേ? അപ്പൊ അലിഫിന് ഉച്ചരിക്കത്തില്ലെന്ന് പറഞ്ഞ എഴുത്തിൽ വേണം. അപ്പൊ വാവും കൂടെ വന്നതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഈ അലിഫിനെ ഉച്ചരിക്കുന്നില്ല. അലിഫ് ഇച്ചിരി വലുതായിട്ട് കണ്ടോ? വർഹംന എങ്ങനെ പറയും? അപ്പൊ എഴുതിയേക്കുന്ന വാർഹംന, പക്ഷെ നീട്ടാൻ പാടുണ്ടോ? ഇല്ല. വർഹംന അവിടെ നീട്ടാനുള്ള അലിഫ് അല്ല. വർഹംന. അടുത്തത് വശൈഖൻ. എന്താണ്? അറബി അക്ഷരം 28 ഉണ്ട്. അതിൽ 8 അക്ഷരങ്ങൾ വാ നിറച്ച് പറയണം. അതിൽ ഒരു അക്ഷരമാണ് ഇത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇലാഹൽ അർശി ജന്നിബിന. ഇലാഹി എന്നല്ല, ഇലാഹൽ. ഇലാഹൽ അർശി ജന്നിബിന മിനശ് ശൈത്വാനി വർഹംന وشيخا ثم والدنا بجاه المصطفى فينا. അപ്പൊ ഞാൻ ഒന്നുകൂടെ തുടങ്ങട്ടെ അവിടുന്ന്. ഇലാഹൽ ആലമി ഇർഹംനാ വഇൽമൻ നാഫിഅൻ സിദ്നാ മിനൽ ആഫാതി സല്ലിംനാ ബിജാഹിൽ മുസ്തഫാ ഫീനാ അയാ റഹ്മാൻ വഫിഖ്നാ بأدب كامل منا ورزقا طيبا زدنا بجاه المصطفى فينا إله العريش جنبنا من الشيطان وارحمنا وشيخا ثم والدنا بجاه المصطفى فينا. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ ചാർട്ടിനകത്ത് ഒറ്റയക്ഷരമാണ് കിടക്കുന്നത്. ഇനി അടുത്ത നമുക്ക് എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂട്ടക്ഷരമാണ് എഴുതാൻ പോകുന്നത്. കൂട്ടക്ഷരം എഴുതുന്നു. അതേപോലെ ഈ ചാർട്ടിൽ തന്നെ കുറേ പാട്ടുകൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ പാട്ടിലൂടെ അവരുടെ പരിശീലനം കൊടുക്കണം. ചെറിയ പ്രായത്തിലെ പരിശീലനങ്ങൾ കൊടുത്തെങ്കിലേ ആ കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ട്? ഒരു സുപ്രഭാതത്തിൽ ഒരു മൈക്കെടുത്ത് ഒരു കുട്ടിക്ക് പാടാനും പ്രസംഗിക്കാനൊന്നും കഴിയത്തില്ല. ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? പരിശീലനം, അവസരങ്ങൾ കൊടുക്കണം. അവസരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കുട്ടികൾക്ക്. അപ്പൊ അതിങ്ങനെ പാടുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ.